കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലും മംഗളൂരുവിലും വ്യാപകമായ നാശനഷ്ടം. മംഗളൂരുവിൽ വീടുകൾക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് 3 പേർ മരിച്ചു. കാസർഗോഡ് കീഴൂരിൽ വീട് തകർന്നു വീണ് കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചന്ദ്രഗിരി പാലം വഴി സംസ്ഥാന പാതയിൽ കോട്ടരുവത്ത് കുന്നിടിഞ്ഞ് കൂറ്റൻപാറ കാറിന് മുകളിലേക്ക് പതിച്ചു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും വ്യാപക നാശനഷ്ടം. മംഗളൂരുവിലാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. മണ്ണിടിഞ്ഞ് വീണ് 3 പേർ മരിച്ചു. ബീഹാർ സ്വദേശിയായ ലാൽബാബുവിൻ്റെ മക്കളായ ചൗരസ്യ, പ്യാരി, അതുപോലെ തന്നെ അയൽവാസിയും ബീഹാർ സ്വദേശിയുമായ ബാലകൃഷ്ണയുടെ ഭാര്യ ശാന്ത എന്നിവരാണ് മരിച്ചത്. ഇതിൽ ബാലകൃഷ്ണയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ 4 വീടുകളുടെ ചുമരുകൾ ഭാഗികമായി തകർന്നു. 2 വീടുകൾക്ക് മുകളിലാണ് മണ്ണിടിഞ്ഞ് വീഴുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും മഴ ഇപ്പോഴും ദക്ഷിണ കന്നഡ മേഖലകളിൽ ശക്തമായി തുടരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കീഴൂർ കടപ്പുറത്ത് ശാരിക എന്ന് പറയുന്നവരുടെ മത്സ്യത്തൊഴിലാളിയുടെ വീട് പൂർണ്ണമായും നിലംപൊത്തുന്ന സാഹചര്യമുണ്ടായി. കിടപ്പ് രോഗിയായ മകൻ ഉൾപ്പെടെ 5 പേർ താമസിക്കുന്ന വീടാണിത്. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കെന്ന് പറയേണ്ടി വരും. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവർക്ക് നിസാര പരിക്കാണ് ഏറ്റത്. ഏതായാലും ഈ വീട് പൊളിഞ്ഞ് തകർന്ന് വീഴുന്ന സമയത്ത് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും അതോടൊപ്പം കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ കോട്ടരുവിയിലാണ് വലിയ കൂറ്റൻ പാറ ഈ താഴേക്ക് റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ഇന്നോവ കാറിന് മുകളിലേക്കാണ് ഇത് പതിച്ചത്. പക്ഷേ വലിയ പരിക്കുകൾ ആർക്കുമില്ല. വാഹനത്തിൻ്റെ മുൻവശം തകർന്ന സാഹചര്യമുണ്ടായി. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇത്. ഈ കോട്ടരുവി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നേരത്തെ മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് മതിലുകൾ കെട്ടി മണ്ണിടിച്ചൽ ഭീഷണി നിലനിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അതിനു മുകളിൽ നിന്നാണ് വലിയ പാറകൾ താഴേക്ക് തകർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ മേഖലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചൽ ഭീഷണിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ഈ ദിവസം മുതൽ ശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ബേക്കൽ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ ഇത്തരത്തിൽ പുഴകൾക്ക് സമീപം താമസിക്കുന്നവർ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. എല്ലാ പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭത്തിനും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വരുന്ന 3 ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. മഴ ശക്തമായാൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവും. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യവുമുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമായിട്ടുണ്ട്. ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. പലരും ബന്ധുവീടുകളിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകും. കണ്ണൂരിലും കാസർഗോഡിലും ഒപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. മണ്ണിടിച്ചൽ ഭീഷണി പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.